ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വീക്കുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ ചാപ്റ്ററിൽ മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിയറി അതുപോലെ തന്നെ പ്രോബ്ലംസ് കൂടി ഉൾപ്പെടുന്ന കണ്ടൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ടറി പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ 3 വേർഡുകളാണ് ആ ഹെഡ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അനാലിസിസ്, അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് അനാലിസിസ് എന്നുള്ള ടേമിലേക്ക് പോവാം. എന്താണ് അനാലിസിസ്? അനാലിസിസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി മീൻസ് ടു ബ്രേക്ക് ഇൻ ടു പാർട്സ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഇൻ ടു പാർട്സ്, ചെറിയ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ദി വേർഡ് അനാലിസിസ് ലിറ്ററലി മീൻസ് ടു ബ്രേക്ക് ഇൻ ടു പാർട്സ്. അനാലിസിസ് സിംപ്ലി റെഫേഴ്സ് ടു സിംപ്ലിഫിക്കേഷൻ ഓഫ് ഡേറ്റ വിത്ത് എ വ്യൂ ടു ഡിറൈവ് മോർ ഇൻഫർമേഷൻ. എന്തിനാണ് സിംപ്ലിഫിക്കേഷൻ നടത്തുന്നത്? നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ അതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സിംപ്ലിഫിക്കേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്ലക്സ് ഡാറ്റാസിന് എന്ത് ചെയ്യുക, ബ്രേക്ക് ഇൻ ടു പാർട്സ് എന്ന് മനസ്സിലാക്കുക. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മളൊക്കെ അറിയാം എന്താണെന്നുള്ളത്. അത് ആ രീതിയിൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി പിന്നെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി സബ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ എന്നിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ refers to simplification of data with a view to derive more information. ഇനി നമുക്ക് രണ്ടാമത്തെ ടേമിലേക്ക് പോകാം. അപ്പോൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ടേമാണ് എന്ത്, ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദി ടേം ഇൻ്റർപ്രിട്ടേഷൻ ലിറ്ററലി മീൻസ് ടു എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അനാലിസിസ് എന്ന് പറഞ്ഞുള്ള ടേം പഠിച്ചിട്ടുണ്ട്. ആ അനാലിസിസ് ചെയ്ത കാര്യങ്ങളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് സമ്മറി ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ്, interpretation means explaining the meaning and significance of data so simplified. നമ്മൾ ഓൾറെഡി അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അനാലിസിസ് ചെയ്ത ഡേറ്റാസിൻ്റെ മീനിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ അതിൽ നിന്ന് മനസ്സിലാവേണ്ട കാര്യം അത് മനസ്സിലാവുന്നതിനെയാണ്, അത് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് പറയാം, ഇൻ്റർപ്രിട്ടേഷൻ മീൻസ് എക്സ്പ്ലെയിനിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് അനാലിസിസ്. അപ്പോൾ ആദ്യം നമ്മൾ അനാലിസിസ് നടത്തും, അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ മീനിങ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 ടേം, അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഡാറ്റാനെ ബ്രേക്ക് ഇൻ ടു പാർട്സ്, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ്സും അല്ലെങ്കിൽ സമ്മറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു പ്രോസസ്സിനാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് പറയാം, അതിൻ്റെ മൂന്നാമത്തെ ടേം വേർഡിലേക്ക് പോവാം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, financial statement analysis may be defined as the process of identifying financial strength and weakness of a firm by establishing relationship between the items in the financial statement. അപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ വിവിധ ഐറ്റംസുകൾ തമ്മിൽ
റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ വരുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൂളുകൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് സെയിൽസുമാണ് എടുക്കേണ്ടത്. എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്കത് കിട്ടും. എവിടെ നിന്ന്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എന്തുണ്ടാവുക, ഗ്രോസ് പ്രോഫിറ്റ് അതുപോലെ തന്നെ നെറ്റ് സെയിൽസ്. ഇത് രണ്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രോസ് പ്രോഫിറ്റിനെ നെറ്റ് സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഇതിൻ്റെ പേഴ്സൻറ്റേജ് ലഭിക്കും. ഈ പേഴ്സൻറ്റേജ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവുക, നമ്മൾ ആ വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എത്രയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസുമായിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ, കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയത് 25 ഈ വർഷം നമുക്ക് 28 കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മളെ സ്ട്രെങ്ത് കൂടി അല്ലേ? ഇനി നമ്മളെ കോമ്പറ്റീറ്റേഴ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിലോ, അവരെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കി നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവരത് 26, നമ്മളത് 28. അപ്പോൾ എന്താണ്, കമ്പാരിറ്റീവ്ലി അവരെക്കാട്ടിലും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പെർഫോമൻസ് നമുക്കാണ് സ്ട്രെങ്ത് കൂടുതൽ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുക. എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുക? നമ്മൾ ഡിഫറെൻറ്റ് ടൂളുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഡിഫറെൻറ്റ് ഫിഗേഴ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ ഫിഗേഴ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിന്നാണ് എടുക്കുക. അങ്ങനെ നമ്മൾ നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ബിസിനസ് പൊസിഷൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. യൂസസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. യൂസസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ യൂസസ് വരാം, അല്ലെങ്കിൽ യൂസേഴ്സ് വരാം, അതുമല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ അനാലിസിസ് വരാം. ഇതൊക്കെ ചോദിച്ചാലും നമുക്ക് നമ്മളെ മുമ്പിലുള്ള ആൻസേഴ്സ് നമ്മളൊരു 5 ഹെഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ യൂസേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ 4 കാര്യങ്ങളിൽ വന്നാലും നമുക്കൊരു ആൻസറാണുള്ളത്. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് വെരി ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണമാണ് അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്തിനാണ് ഷെയർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റഡ് ആവുന്നത് അനാലിസിസിൽ? ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അവരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആണോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തിയാൽ. അതുപോലെ തന്നെ റിട്ടേൺ, അവർക്ക് എത്ര റിട്ടേൺ ഉണ്ട് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് പ്രോഫിറ്റബിലിറ്റി, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒക്കെ എന്ത് ചെയ്യും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുന്നത് വഴി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് രണ്ടാമത്തതാണ് ഇമ്പോർട്ടൻസ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് നമുക്ക് അറിയാം, ഫണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ ലോണായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യും, ക്രെഡിറ്റിന് സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരെ പേയ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവരെടുത്ത് അനാലിസിസ് നടത്തിയാൽ അവർ ലോൺ തന്നാൽ അത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ഫൈനാൻഷ്യൽ അനാലിസിസ് ഈസ് വെരി യൂസ്ഫുൾ ടു ക്രെഡിറ്റേഴ്സ്. ഇറ്റ് എനബിൾസ് ദം ടു അസസ് ദി സോൾവൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ബാങ്കൊക്കെ നമ്മൾ ലോൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ബിസിനസ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമ്മളോട് ലാസ്റ്റ് 5 ഇയർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അത് അവർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക.
നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഒരുപാട് കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും. അവർക്ക് വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിന് പ്രൊവൈഡ് ചെയ്യും. എന്ത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. എന്തിനൊക്കെ വേണ്ടി? ഒന്നുകൂടി പറയാം. ഫൈനാൻഷ്യൽ അനാലിസിസ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ പ്ലാനിങ്, കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ടു എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. നമുക്കറിയാം എംപ്ലോയീസിനൊക്കെ അവർക്ക് ബെറ്റർ റെമ്യൂണറേഷനും ബെറ്റർ കണ്ടീഷൻസും ജോബ് സെക്യൂരിറ്റിയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് എവിഡൻസിന് സപ്പോർട്ടോട് കൂടിയാവുന്ന സമയത്ത് കുറച്ചുകൂടി എന്തുണ്ടാവും? സ്വീകാര്യത കിട്ടും. അതുകൊണ്ട് ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ എംപ്ലോയീസൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർക്കത് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്താനൊക്കെ അവർക്കും കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അനാലിസിസ് ചെയ്യുന്നത് അവരെ വളരെയധികം സഹായിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ടു ഗവൺമെൻറ്. നമുക്കറിയാം ഗവൺമെൻറ്റിന് ഒരുപാട് ടാക്സ് പോളിസീസ്, മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ ട്രേഡ് പോളിസി, ഇത്തരത്തിലുള്ള പോളിസീസിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പോൾ ജനറൽ പ്രോഫിറ്റബിലിറ്റി ടെൻഡൻസി കൂടുകയാണെങ്കിൽ ടാക്സ് കൂട്ടാൻ ഗവൺമെൻറ്റിന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും കമ്പനീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യുന്നത് അവരെയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ്? ഓൺ ദി ബേസിസ് ഓഫ് ദീസ് ഫൈനാൻഷ്യൽ അനാലിസിസ് ഇൻഫർമേഷൻ ഗവൺമെൻറ് ക്യാൻ പ്രിപ്പയർ നാഷണൽ പ്ലാൻസ്, ആനുവൽ ബഡ്ജറ്റ്സ് ഒക്കെ. അതൊക്കെയാണ് നമ്മളതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ദി ഇൻഫർമേഷൻ ഈസ് യൂസ്ഫുൾ ഫോർ ഫോർമുലേറ്റിംഗ് ടാക്സേഷൻ പോളിസീസ്, മോണിറ്ററി പോളിസീസ്, ട്രേഡ് പോളിസീസ് എക്സെട്ര. അപ്പോൾ അതാണ് അതിൽ വേണ്ടത്. അപ്പോൾ എക്സ്പ്ലനേഷൻ ഈ സ്ലൈഡിലില്ല, ഇനി വേണമെങ്കിൽ വാട്സപ്പിൽ ഞാൻ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. അനാലിസിസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്, അതിൻ്റെ മീനിങ്, ദെൻ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ മീനിങ്സ്, ദെൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്താണെന്നുള്ളത് ഡെഫിനിഷനായിട്ടാണ് നമ്മളത് പറഞ്ഞത്. നെക്സ്റ്റ് യൂസസ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. അത് സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ആൻസറായിട്ട് എഴുതേണ്ടത്. പ്രധാനമായിട്ട് 5 യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് കൊണ്ട് 5 ഇമ്പോർട്ടൻസ് ആണ്, 5 വ്യക്തികളാണ് നമ്മൾ എടുത്തു പറയുന്നത്. അവരെയാണ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, മാനേജ്മെൻറ്റ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് ഗവൺമെൻറ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ സ്ലൈഡിൻ്റെ നോട്ട്സ് ഞാൻ വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.